ഹായ് ഡിയർ നീറ്റ് ആസ്പിരൻസ്, നമ്മുടെ XPL 3.0 ക്ലാസ്സുകളും എക്സാമിനേഷൻ സീരീസും ഒക്കെ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ 4ാമത്തെ എക്സാമിനേഷനാണ് ഈ മാസം 16-ാം തീയതി സൺഡേ നടക്കാൻ പോകുന്നത്. XTSന്റെ 4ാമത്തെ എക്സാമിനേഷനാണ്. മൊഡ്യൂൾ 7ഉം 8ഉം കമ്പൈൻ ചെയ്തിട്ടാണ് എക്സാമിനേഷൻ വരുന്നത്. നിങ്ങൾക്കറിയാം, നീറ്റിന്റെ എക്സാക്ട് പാറ്റേണിൽ നീറ്റിന്റെ എക്സാക്ട് രീതിയിലാണ് എക്സാമിനേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ടൈമിംഗ് അതേപോലെ തന്നെയാണ്. 2 to 5 പെർ സബ്ജക്ട് 45 ക്വസ്റ്റ്യൻ. സെഷൻ എ സെഷൻ ബിയിലൊക്കെ ഉള്ള മാറ്റങ്ങൾ, പുതിയ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ട് ആ രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറും ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണും ക്വസ്റ്റ്യൻസും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചാപ്റ്റേഴ്സ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, മൊഡ്യൂൾ 7ഉം 8ഉം ആണ്. മൊഡ്യൂൾ 7 and 8 ഫിസിക്സിന്റെ ചാപ്റ്റേഴ്സ് വരുന്നത് കറണ്ട്, ഇലക്ട്രിസിറ്റിയും മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസവുമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ, നല്ല വെയിറ്റേജ് ഉള്ള, +2-ലെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഒരുപാട് കണ്ടന്റ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. നന്നായിട്ട് പഠിച്ച് മാക്സിമം പെർഫോം ചെയ്യാൻ ശ്രദ്ധിക്കണം ഫിസിക്സിൽ. ദെൻ ബോട്ടണിയിൽ വരുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം സിംഗിൾ ചാപ്റ്റർ ആണ്, ലെങ്തി ചാപ്റ്റർ ആണ്. അത് മൊത്തം നിങ്ങൾ പഠിക്കണം. കെമിസ്ട്രിയിലും വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് GOC 1 ആൻഡ് GOC 2. മൊഡ്യൂൾ 7ലെയും 8ലെയും നമ്മൾ ചേർത്ത് പഠിച്ച GOC 1ഉം GOC 2ഉം GOC കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിസിക്സിൽ ചാപ്റ്റേഴ്സിനെ പറഞ്ഞ പോലെ തന്നെ കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ ആണ്. വളരെ ബേസ് ആണ് ഓർഗാനിക്കിന്റെ. നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പോകണം. ആൻഡ് ഫൈനലി സുവോളജിയിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷനും അതുപോലെ തന്നെ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ, അതും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആണ്. അതുമാണ് നമ്മുടെ ഈ എക്സാമിനേഷനിൽ വരുന്ന സുവോളജിയിലെ ടോപ്പിക്സ്. അപ്പോൾ ഇത്രയാണ് ചാപ്റ്റേഴ്സ് വരുന്നത്, ഇത്രയാണ് സിലബസ് വരുന്നത്. അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കണം. ഇതുവരെ എക്സാമിനേഷന് രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ രജിസ്ട്രേഷൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഉടൻ തന്നെ അത് രജിസ്റ്റർ ചെയ്യണം. നന്നായിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. ഗംഭീരമായിട്ട് നമുക്ക് 4ാമത്തെ എക്സാമിനേഷനും അടിപൊളിയായിട്ട് നമുക്ക് എഴുതി പഠിച്ച് മുമ്പോട്ട് പോകാം. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്.